സൺസ്ക്രീൻ മസ്റ്റാണ് പറയുന്നത്. ഡോക്ടേഴ്സ് പറയുന്നത് സൺസ്ക്രീൻ മസ്റ്റാണ്. പേഴ്സണലി എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇടാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ പുറത്ത് പോകുമ്പോഴാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് 2 hours എവറി 2 hours റീഅപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അതൊരിക്കലും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി ഞാനതങ്ങനെ ഓവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ചേച്ചിയുടെ സ്കിൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെത് ഡ്രൈ സ്കിൻ ആണ്, ഡ്രൈ ടു നോർമൽ സ്കിൻ ആണ്. ചേച്ചി കുഞ്ഞിന് 5 months ആയി, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും ചെയ്യാം. 6 months സ്റ്റാർട്ട് ചെയ്യാം. അതായത് 6 months നമ്മൾ കുട്ടിക്ക് സോളിഡ് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങുമല്ലോ, ആ സമയത്ത് കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പതിയെ ഡയറ്റൊക്കെ ചെയ്തു തുടങ്ങാം. ആ പോർഷൻ കൺട്രോൾ ചെയ്ത് തുടങ്ങിയാൽ മതി. നന്നായിട്ട് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കുറയുമ്പോഴത്തേക്ക് കുട്ടിക്ക് ബുദ്ധിമുട്ടായി പോകും കേട്ടോ. സ്കിൻ ടൈപ്പ് ഏതാ ഞാൻ വായിച്ചു. വോയിസ് എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ടല്ലോ, ആണോ? ഇപ്പോൾ ഓക്കെ ആണോടാ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വൈഫൈ ആ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിനി ഉദയൻ, വോയിസ് എന്തോ പ്രശ്നം ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ ഒന്ന് മെസ്സേജ് ചെയ്യണേ, ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത്. നേരത്തെ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെ സംസാരിക്കുന്നേ. റെഡി ആയിട്ടില്ല, അയ്യോ ബുദ്ധിമുട്ടായല്ലോ. ഹായ് മുഹമ്മദ് ഹാഷിം. ഹിഷാം ചെറുതായിട്ടുണ്ടെന്ന് പറയുന്നത് ജിനി ഉദയൻ. ചെറിയ പ്രോബ്ലം ഉണ്ട്, അതെന്താ പറ്റിയെന്ന് എനിക്ക് അറിയുന്നില്ലടാ. എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. വൈഫൈയുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നതും. കേൾക്കുന്നുണ്ട്, ബട്ട് എന്തോ ഒരു ഡിസ്റ്റർബൻസ്. അത് അവർ പാട്ട് വെച്ചിട്ടുള്ളതാണ്. ഞാനൊന്ന് സൗണ്ട് പറയാം. ഭയങ്കര സൗണ്ടും എക്കോയും കൂടെ വന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് അടാ. ഇപ്പൊ ഓക്കെ ആയോ? സൗണ്ട് പ്രശ്നമുണ്ട്, ഒരു ചിലച്ച. അതാണ് താഴെ ഒരു മറ്റേ സ്പീക്കറൊക്കെ കണക്ട് ചെയ്തിട്ട് പാട്ട് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഇപ്പൊ ഓക്കെ ആയോ? ഓ, സൗണ്ട് കട്ടായി പോവാണോ ചെയ്യുന്നേ? അയ്യോ, അതെന്താണാവോ? എനിക്കൊന്നും ചെയ്യാൻ അറിയുന്നില്ല, ഞാനൊന്നും ചെയ്തില്ല പ്രത്യേകിച്ചിട്ട്. ഓക്കെ, ചേച്ചി ലൈവ് വന്നപ്പോൾ ഹാപ്പി ആയെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ലൈവ് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഭയങ്കരമായിട്ട് ചടച്ചിരിക്കുകയായിരുന്നു. കുറച്ച് സമയത്ത് എനിക്ക് ഭയങ്കര ഒരു മൂഡ് പോയത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നു. ഞാൻ എന്നെ കണ്ടറിയാം, കുറച്ച് നേരം ഉറങ്ങിയിരുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റൊക്കെയാണ് ലൈവിൽ വന്നത്. ബ്രേക്ക് ഉണ്ട് ഇപ്പോഴും, എന്താ ചെയ്യടാ, നിങ്ങൾ സഹിക്കേണ്ടി വരും. എനിക്ക് അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു മിനിറ്റ് ഒന്നുകൂടെ ചോദിച്ചു പോകണേ. ചോട്ടുമോനെ, ആ സ്പീക്കർ ഒന്ന് ഒഴിവാക്കിയിട്ട് ഫോണിൽ വെക്കോ പാട്ട്. ഇപ്പൊ വെക്കുന്ന പാട്ട് തന്നെ. ഭയങ്കര ഡിസ്റ്റർബൻസ് എടാ. ആ സ്പീക്കർ ഓഫ് ചെയ്യ്. ഇപ്പൊ ശരിയായി കാണുന്നു പ്രതീക്ഷിക്കുന്നു. ഹായ് പൊന്നു, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് റംല. ഹായ് റംല, സുഖമായിട്ടിരിക്കുന്നു റംല. ഓക്കെ ചേച്ചി, ഇപ്പൊ ഓക്കെ ആയെന്ന് പറഞ്ഞല്ലോ, സന്തോഷം, സമാധാനം. അപ്പൊ അത് വോയിസ് ബ്രേക്ക് ആവുന്ന വേറെ ഒന്നുമില്ല. അവരവിടെ താഴെ സ്പീക്കർ വെച്ചിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം കൊണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ആയിട്ടില്ല. അയ്യോ, ഓക്കെ ആയില്ലല്ലോ. അയ്യോ, അതെന്താ? ഓക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ വെച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാ. നല്ലതാണ് വെളിച്ചെണ്ണ വെച്ച് മസാജ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്ന അവിടെയൊക്കെ വെളിച്ചെണ്ണ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടോ ഡിപ്രഷന് വേണ്ടി? ഞാൻ ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്. ലവ് യു, വെൽക്കം ബാക്ക് വിത്ത് മോർ എനർജി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പറയുന്നത് ഒന്നും ക്ലിയർ ആവുന്നില്ല. സൗണ്ട് കുറവാണോ? ഞാൻ കുറച്ചുകൂടി സൗണ്ടിൽ സംസാരിച്ചാൽ മതിയോ? സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. എന്താ ചെയ്യാ, എന്താണ് പ്രശ്നം മനസ്സിലാവുന്നില്ലല്ലോ.